നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ആലുവ പോലീസ് ക്ലബ്ബിൽ രാവിലെ 11 മണിക്ക് ആരംഭിച്ച ദിലീപിൻ്റെ ചോദ്യം ചെയ്യൽ ഏറെ വൈകിട്ടാണെങ്കിലും അവസാനിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലുകൾക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്ന ദിലീപിനെയാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കൈകൾ രണ്ടും മുഖത്ത് പൊത്തി പൊട്ടിക്കരയുന്ന ദിലീപ് ചെയ്തുപോയ പാപങ്ങളുടെ ഭാരം ഏറ്റുകൊണ്ടാണോ അതോ തെളിവുകൾ സഹിതം മുന്നിൽ വെച്ച് ചോദ്യശരങ്ങൾ ഓരോന്നോരോന്നായി തൊടുക്കുമ്പോൾ അതിനു മറുപടി പറയാൻ പറ്റാതെ കാവ്യ മാധവനെ കുറിച്ച് പോലുമുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനും മറുപടി പറയാനാകാതെ വക്കീൽ പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളെല്ലാം അപ്പാടെ മറിക്കുന്ന രീതിയിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ദിലീപ് വിങ്ങിപ്പൊട്ടുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കരയുന്നത് അഭിനയമാണോ അതോ ഈ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ കരഞ്ഞു പോയതാണോ എന്നൊന്നും അറിയില്ല. ജയിലിൽ കിടന്നപ്പോൾ ശ്രീലേഖ IPS അവിടെ വന്നപ്പോൾ സെല്ലിൽ പിടിച്ച് കുഴഞ്ഞ് താഴേക്ക് വന്ന ദിലീപിനെ കണ്ടു എന്ന് പറയുന്നു. അഭിനയം തൊഴിലാക്കിയവർക്ക് എവിടെയും എങ്ങനെയും അഭിനയിക്കാം. അപ്പോൾ ഇന്ന് ക്രൈംബ്രാഞ്ച് വളരെ ശക്തമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം സായി ശങ്കറാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തെളിവുകൾ കൊണ്ടുവന്നത്. സായി ശങ്കർ എന്ന IT കാരൻ രാമൻപിള്ള വക്കീലിൻ്റെ ഓഫീസിൽ വെച്ച് ആ രാമൻപിള്ള അസോസിയേറ്റ്സ് എന്നുള്ള വൈഫൈ ഉപയോഗിച്ച് അവിടുത്തെ IP അഡ്രസ്സിൽ കണക്ട് ചെയ്താണ് ഫോണുകളിലെ ചില വിവരങ്ങൾ മായ്ച്ചു കളഞ്ഞത്. ഇപ്പോൾ രാമൻപിള്ളയെ രക്ഷിക്കാൻ വേണ്ടി ചില കഥകൾ പല സ്ഥലങ്ങളിലും മെനഞ്ഞെടുക്കുന്നു. കാരണം ഇയാളൊരു ഹാക്കറാണ്. ആര്? ഈ സായി ശങ്കർ ഒരു ഹാക്കറാണ്. അതുകൊണ്ട് അയാൾ ഹാക്ക് ചെയ്തതാവാം. രാമൻപിള്ളയുടെ കക്ഷിയാണ് ഇദ്ദേഹം. പിന്നെയും പറയുന്നു ഹാക്കറാണ്, ഹാക്ക് ചെയ്തെടുത്താണെന്ന്. എവിടെയോ കിടന്ന സായി ശങ്കറിനെ വിളിച്ചു വരുത്തി ഫോണുകൾ കൊടുത്ത് ദിലീപിനെയും വിളിച്ചു വരുത്തി അത് കാണിച്ചു കൊടുത്ത് അതിലുള്ള വിവരങ്ങൾ മുഴുവൻ ചോർത്തിയെടുക്കുമ്പോൾ അന്നേ വരെ ദിലീപിന് പരിചയമില്ലാതിരുന്ന സായി ശങ്കറിനെ രാമൻപിള്ള പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നേരത്തെ പരിചയമുണ്ടായിരുന്നു എന്നറിയാൻ കഴിയുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യത്തിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. അതുകൂടാതെ അവിടെ നിന്നും ഹയാത്ത് റീജൻസിയിൽ പോയി റൂമെടുത്ത് ആ ഹയാത്ത് റീജൻസിയിലും അവന്യൂ സെൻട്രലിലും റൂമെടുത്ത് 2 സ്ഥലത്ത് ഒരേ സമയത്ത് ഒരേ IDയിൽ ഹയാത്ത് റീജൻസിയുടെ വൈഫൈയിൽ കണക്ട് ചെയ്ത് ബാക്കിയുള്ള വിവരങ്ങളെല്ലാം ഫോണുകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞപ്പോൾ, അതായത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം മറന്നുപോയി. ഈ വക്കീലുമായി ബന്ധപ്പെട്ടവരും ദിലീപുമൊക്കെ ഈ ഹയാത്ത് റീജൻസിയിൽ വന്നിട്ടുള്ളതിൻ്റെ തെളിവുകളും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, അതായത് ഹയാത്ത് റീജൻസിയിലെ CCTV ദൃശ്യങ്ങൾ 29-ാം തീയതിയിലും 30-ാം തീയതിയിലും വക്കീൽ ഓഫീസിൽ നിന്ന് ചില ആളുകളും ഇതേപോലെ 8-ാം പ്രതിയായിരിക്കുന്ന ദിലീപും ആ ഹോട്ടലിൽ വന്നതായുള്ള തെളിവുകൾ അതും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. അവിടുത്തെ CCTVയിൽ നിന്നാണ് ഈ തെളിവുകൾ കിട്ടിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് നിഷേധിക്കാൻ കഴിയില്ല. അതായത് ഈ ഫോണുകളിൽ നിന്ന് ഇത്രയും വിവരങ്ങൾ മായ്ച്ചു കളഞ്ഞതാണ് എന്നുള്ള വിവരങ്ങൾ ഒരു കാലത്തും നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ പൊട്ടിക്കരയാതിരിക്കും? പിന്നീട് ചോദ്യശരങ്ങൾ വന്നത് തിരുവനന്തപുരത്തുള്ള ആ സീരിയൽ നിർമ്മാതാവിനെ കുറിച്ചാണ്. സീരിയൽ നിർമ്മാതാവായ രമാദേവിയുമായും കാവ്യ മാധവനും രമാദേവിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചും അതുവഴി ദിലീപും രമാദേവിയും തമ്മിൽ ഉള്ള ഏറ്റവും അടുത്ത ബന്ധത്തെക്കുറിച്ചും അവർ തമ്മിൽ കൈമാറിയിട്ടുള്ള പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചും പൾസർ സുനി നേരത്തെ ഈ മാഡത്തോടൊപ്പം ജോലി ചെയ്തിരുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. അതെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. എന്താണെങ്കിലും ശരി, ഈ പറഞ്ഞ
രമാദേവിയും കാവ്യ മാധവനുമൊക്കെ കൂട്ടുചേർന്ന് ദിലീപുമൊക്കെയുള്ള ഒരു കൂട്ടുകക്ഷി ഭരണത്തിലാണ് ഈ പറയുന്ന കൃത്യം നടത്തിയത്. കാവ്യ മാധവന് നന്നായി ഇതറിയാമായിരുന്നു. അതുകൂടാതെ ബാലചന്ദ്രകുമാർ പറഞ്ഞ രീതി അനുസരിച്ച് അവിടെ ഒരു ദിവസം ഈ ശരത്ത് അവിടെ കയറി വരുന്നു. ആ ശരത്ത് കയറി വന്നപ്പോൾ അവ കയ്യിൽ ഒരു ടാബ് ഉണ്ടായിരുന്നു. ആ ടാബ് അവിടെ കൊടുക്കുന്നു. കൊടുത്തിട്ട് ആ ടാബിലുള്ള ദൃശ്യങ്ങൾ ഇവരിരുന്ന് കാണുന്നു. കണ്ടതിന് ശേഷം കാവ്യയാണ് ആ ടാബ് അകത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ കാവ്യയും കേസിൽ കക്ഷിയായത് ഇതിലു മാത്രമല്ല, കാവ്യയുടെ ഫോൺ കോളുകൾ പല പ്രാവശ്യവും തിരുവനന്തപുരത്തുള്ള സീരിയൽ നിർമ്മാതാവിൻ്റെ ഫോണുകളിലേക്ക് പോയി എന്നും അതിലൂടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നും പൾസർ സുനി ആ മാഡത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളാണെന്നും പൾസർ സുനിയെ വിളിച്ചിട്ടുള്ള ആളാണെന്നും ഒക്കെ ക്രൈംബ്രാഞ്ച് ചോദിച്ചാൽ പൊട്ടിക്കരയാതെ പിന്നെന്താണ് ചെയ്യാൻ പറ്റുക? കാരണം ഇതെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും രാമൻപിള്ള വക്കീൽ അറിഞ്ഞു കാണില്ല. അറിഞ്ഞെങ്കിൽ അതിനും വേറെ എന്തെങ്കിലും ഒരു മറുമരുന്ന് പറഞ്ഞു കൊടുത്തേനെ. പക്ഷേ അത് പറയാനുള്ള സമയം കിട്ടിക്കാണില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യശരങ്ങൾ ഒന്നിനു മീതെ ഒന്നായി നടി ആക്രമിക്കപ്പെട്ട കേസിലും അതുപോലെ തന്നെ വധഗൂഢാലോചന കേസിലും ഇവർ നെയ്തെടുത്ത ആ ചീട്ടുകൊട്ടാരം മുഴുവൻ ചോദ്യശരങ്ങളുടെ മുമ്പിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്നും വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ ഈ ദിലീപിനെയും ബാലചന്ദ്രകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള മാഡത്തെയും ഈ പറഞ്ഞ ദിലീപും കാവ്യ മാധവനും ഒക്കെ ചേർന്നുള്ള ഒരു ചോദ്യം ചെയ്യലിനും സമയം അടുത്തു വരുന്നു എന്ന് വേണം കരുതാൻ. പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ ദിലീപിൻ്റെ ഫോണിലേക്ക് വന്ന 12 നമ്പറുകളിൽ നിന്നും ഈ ഫോണുകളിൽ നിന്നും അയച്ച ചാറ്റുകളും അതിലേക്ക് വന്ന ചാറ്റുകളും അതിലൊരു ചാറ്റാണ് കോടതിയിൽ നിന്നും പകർപ്പ് പോലും എടുക്കാൻ പറ്റാത്ത രേഖകൾ ദിലീപിന് അയച്ചു കൊടുത്തത്. ഏറ്റവും കൂടുതൽ ഗുരുതരമായ ഒരു കുറ്റമാണത്. ഇത് ഒരിക്കലും അയച്ചു കൊടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഫോൺ നമ്പറിൻ്റെ ഉടമയെ പോലീസ് കണ്ടെത്തി കഴിഞ്ഞില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് വെറും നുണയാണ്. ഒരു നമ്പർ കിട്ടിയാൽ അതിൻ്റെ CDR എടുക്കാൻ പോലീസിന് 10 മിനിറ്റ് പോലും വേണ്ട. പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണ സംഘത്തിനുമൊക്കെ. ഈ സായി ശങ്കറിൻ്റെയൊക്കെ CDR അങ്ങനെയാണല്ലോ എടുത്തത്. അങ്ങനെ ഈ ഫോൺ നമ്പറിൽ നിന്ന് പോയ ചാറ്റുകളൊക്കെ ആരുടേതാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ പോലീസിൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നലെ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും ആ വ്യക്തിയെ അറിയാം. ഇത് കോടതിയിൽ കൊടുത്ത് പബ്ലിക് ഡോക്യുമെൻ്റ് ആവട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നു. വരട്ടെ, പുറത്തുവിടാം. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്തുള്ള രമാദേവിയും കാവ്യ മാധവനും ദിലീപുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് തെളിയിക്കുന്ന ഒരുപാട് രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഇനി പൾസർ സുനിയും കൂടി തിരുവനന്തപുരത്തുള്ള മാഡത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിയിച്ചാൽ അതും ഇതുമെല്ലാം ഒരേ കമ്പിൽ കോർത്തിണക്കാവുന്ന അല്ലെങ്കിൽ ഒരേ വരിയിൽ കോർത്തിണക്കാവുന്ന തെളിവുകളായി വരാനാണ് സാധ്യത കൂടുതൽ. നേരത്തെ പറഞ്ഞ ഫോണിലേക്ക് വന്ന കോടതിയിലെ ആ രേഖകൾ അത് വിചാരണ കോടതിയിലെ രേഖകളാണ്. ആ രേഖകൾ അയച്ച ആളിനെയും ആ അയച്ച നമ്പറും എത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ കൊടുക്കും എന്നും വാർത്തകൾ പുറത്തു വരുന്നു. എന്താണെങ്കിലും ശരി, ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ദിലീപ് ഒരുപാട് വിയർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉത്തരം മുട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഉത്തരം മുട്ടിപ്പോയപ്പോഴാണ് ദിലീപ് പൊട്ടിക്കരഞ്ഞതെന്നും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു.